ഹലോ നമസ്കാരം, ആർ ടി മീഡിയയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം LPSTയുടെ റാങ്ക് ലിസ്റ്റ് വന്നു. അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നിയമന നില എത്രത്തോളം വരുമെന്ന് ഉദ്യോഗാർത്ഥികൾക്ക് പലർക്കും ആശങ്കയുണ്ട്. അതുമായി ബന്ധപ്പെട്ട വീഡിയോകളുടെ തുടർച്ചയാണ് ഈ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. തൊട്ട് മുന്നും 1-2 വീഡിയോസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം ഈ വീഡിയോയിലേക്ക് വരുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ എല്ലാവർക്കും ആർ ടി മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കറിയാം, പലരുടെയും സംശയങ്ങൾ ഫേസ്ബുക്കിലായാലും മറ്റ് യൂട്യൂബിലായാലും പലരും കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സംശയങ്ങൾക്ക് പരമാവധി മറുപടി തരാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. സമയത്തിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. പലർക്കും അറിയേണ്ടത് അവരുടെ റാങ്ക് വെച്ച് എത്രത്തോളം നിയമനം വരും. ഓരോ റാങ്ക് പറയുന്നുണ്ട്, അത് വെച്ച് എങ്ങനെ നിയമനം വരും എന്നാണ് പലർക്കും അറിയേണ്ടത്. സ്വാഭാവികമായിട്ടും നമ്മുടെ റാങ്ക് വെച്ച് എങ്ങനെ നിയമനം കിട്ടുമെന്നാണല്ലോ അറിയേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ ഓരോ റാങ്ക് ലിസ്റ്റ് പരിശോധിച്ച് അതിൻ്റെ ഓരോ കാറ്റഗറിയിലെ എണ്ണം നോക്കി അത് പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അത് റൊട്ടേഷൻ ചാർട്ട് തയ്യാറാക്കുന്ന അതേ പ്രോസസ്സ് തന്നെ അതിനും ചെയ്യണം. ഞാൻ പൊതുവായിട്ട് എത്രത്തോളം റാങ്ക് വരെ കഴിഞ്ഞ 2 ലിസ്റ്റിലോ കഴിഞ്ഞ 3 ലിസ്റ്റിലോ വന്നിട്ടുണ്ട് എന്നാണ് പലപ്പോഴും ഞാൻ പറയാൻ ശ്രമിക്കാറ്. എന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് അടുത്ത ഘട്ടത്തിൽ ഞാൻ വേണമെങ്കിൽ ഓരോ റാങ്ക് ലിസ്റ്റ് വെച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പരിശോധിക്കാമെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. അത്രയേ ഉള്ളൂ. സമയത്തിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. ഓരോരുത്തരുടെയും റാങ്ക് വെച്ച് നോക്കുമ്പോൾ ജനറലായിട്ട് കഴിഞ്ഞ 2 ലിസ്റ്റിൽ എത്രത്തോളം നിയമനം വന്നു എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു തുടർച്ചയായിരിക്കും ഇനിയും വരുന്നത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമെന്നേ പറയാൻ പറ്റുള്ളൂ. ഓരോരുത്തരും റാങ്ക് വെച്ച് ഞാൻ പിന്നീട് ഒരിക്കലും ഞാൻ നിങ്ങളോട് പറയാം. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാൻ ശ്രമിക്കാം എന്ന് മാത്രം ഈ ഘട്ടത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു. പലർക്കും കൂടുതൽ പേരും ഡൗട്ട് EWSൻ്റെ കാറ്റഗറിയാണ്. EWS ചോദിക്കാൻ കാരണം കഴിഞ്ഞ ലിസ്റ്റിലൊന്നും EWS ഇല്ലല്ലോ. അതുകൊണ്ട് EWS കാറ്റഗറിയിൽ എങ്ങനെയാണ് നിയമനങ്ങൾ വരുന്നത്, എത്ര നിയമനം ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പലപ്പോഴും പലരും സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. EWS റൊട്ടേഷൻ നമുക്കറിയാം. റൊട്ടേഷൻ ചാർട്ട് KPSCയുടെ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ സൈറ്റിലുണ്ട്. റൊട്ടേഷൻ ചാർട്ട് അത് 20ൻ്റെ റൊട്ടേഷനായിട്ട് 20ൻ്റെ യൂണിറ്റുകളായിട്ട് പരിഗണിച്ച് നിയമനം നടത്തും. റൊട്ടേഷൻ ചാർട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ വേണമെങ്കിലും ഒരു വീഡിയോ പിന്നെ ചെയ്യാം. തൽക്കാലം അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയേണ്ട കാര്യമില്ല. എങ്ങനെ PSCയുടെ റൊട്ടേഷൻ ചാർട്ട് തയ്യാറാക്കുന്നത് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് LPST റാങ്ക് ലിസ്റ്റ് ആദ്യം തുടങ്ങുന്നതല്ലോ. കഴിഞ്ഞ ലിസ്റ്റിൽ എവിടെയാണോ അവസാനിച്ചത് അതിൻ്റെ തുടർച്ചയായിരിക്കും ഉണ്ടാവുക. കോമ്പൻസേഷൻ ഉണ്ടെങ്കിൽ അതും ഉണ്ടാവും. അതും എടുത്തതിന് ശേഷം ബാക്കിയുള്ള തുടരുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതാണ്ട് നമുക്ക് ഇപ്പോൾ തുടങ്ങുന്ന MR1 മെയിൻ റൊട്ടേഷൻ 1 എന്നുള്ള രീതിയിൽ തുടങ്ങുന്ന രീതിയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം. അതായത് EWS സമ്മേളനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ നമ്മൾ റൊട്ടേഷൻ ചാർട്ട് എല്ലാ 9കളും EWS വരുന്നത്. 9, 19, 29, 30 അങ്ങനെ എല്ലാ 9കളിലും നിയമനം വരുന്നത് EWS ആണ്. മുസ്ലിം ആണെങ്കിൽ ഓരോ 6കളിലും വരുന്നുണ്ട്. പിന്നെ 30, 80 വരുന്നുണ്ട്. വിശ്വകർമ്മയാണെങ്കിൽ 20, 70, 100 3% അങ്ങനെ റൊട്ടേഷൻ വരുന്നുണ്ട്. അപ്പോൾ EWSൻ്റെ കേസാണ്. ആദ്യം 20 വേക്കൻസിയാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തതെന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് വെച്ചാൽ ആദ്യം ഇപ്പോൾ ഫസ്റ്റ് റാങ്കുകാർ ഓപ്പൺ കോമ്പറ്റീഷനിൽ 1, 3, 5, 7, 11 അങ്ങനെ ഒറ്റ സംഖ്യയിൽ അങ്ങ് പ്ലേസ് ചെയ്യും. ഈ 9ാമത്തെ പൊസിഷൻ വരുമ്പോൾ അവിടെ EWSനെ എടുക്കും. എന്നിട്ട് മുകളിലായി EWS വന്നിട്ടുണ്ടെങ്കിൽ അത് വെട്ടി എഴുതും. വെട്ടെഴുത്ത് എന്ന് പറയും PSCയിൽ. വെട്ടി എഴുതി താഴോട്ട് മാറ്റും. ഇതിൻ്റെ മുകളിലുള്ള ആളാണ് മുകളിൽ വന്നതെങ്കിൽ അതിനെ താഴോട്ട് മാറ്റും. താഴെയുള്ള ആളെ താഴോട്ട് മാറ്റും. അങ്ങനെയാണ് രീതിയുണ്ട്. അത് നമുക്ക് റൊട്ടേഷൻ തയ്യാറാക്കുന്ന രീതിയിൽ നോക്കാം. അതായത് ഞാൻ പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ഓപ്പൺ കോമ്പറ്റീഷൻ്റെ തൊട്ട് മുകളിലോ അല്ലെങ്കിൽ കുറച്ചുകൂടി മുകളിൽ ലിസ്റ്റിലെ എണ്ണത്തിനനുസരിച്ചിരിക്കും. ലിസ്റ്റിലുള്ള EWSൻ്റെ എണ്ണത്തിനനുസരിച്ചായിരിക്കും അത് സ്വാധീനിക്കുക എന്ന് മാത്രം ഞാൻ ഇപ്പോൾ പറയുന്നു. തൊട്ട് മുകളിലായിരിക്കും സാധാരണ ഇത് വരുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ മുസ്ലിം കാറ്റഗറിക്ക് പലപ്പോഴും വലിയ ഗുണം കിട്ടാറില്ല. അവർ ഒന്ന് വിത്തിൻ ഓപ്പൺ കോമ്പറ്റീഷനോ അല്ലെങ്കിൽ OCയുടെ തൊട്ട് മുകളിലോ ആയിരിക്കും മുസ്ലിം കാറ്റഗറിക്ക് സാധാരണഗതിയിൽ നിയമനം ലഭിക്കും. കഴിഞ്ഞ 2 ലിസ്റ്റിലും സംഭവിച്ച രീതി വെച്ച് നോക്കുകയാണെങ്കിൽ. മറിച്ച് കണ്ണൂരാണെങ്കിൽ കഴിഞ്ഞ 2 ലിസ്റ്റിലും മുസ്ലിം കാറ്റഗറിക്ക് കൂടുതൽ വന്നിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ കണ്ണൂർ കഴിഞ്ഞ ലിസ്റ്റിന് ഓപ്പൺ കാറ്റഗറി 89 വന്നത്. മുസ്ലിം 243 വരെ പോയി. അതാണ് ഞാൻ ഉദാഹരണം പറഞ്ഞത്. അതിൻ്റെ തൊട്ട് മുമ്പത്തെ ലിസ്റ്റിലും അങ്ങനെ തന്നെയുണ്ട്. അപ്പോൾ കണ്ണൂർ കഴിഞ്ഞ 2 ലിസ്റ്റിലും മുസ്ലിം കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികളുടെ കുറവായതുകൊണ്ടാണ് ആ പ്രദേശത്തിന് പ്രത്യേകത. എന്താണെന്നായാലും ആ ലിസ്റ്റിൽ നിന്ന് അങ്ങനെ വരുന്നുണ്ട് LP സ്കൂൾ ടീച്ചറുടെ ലിസ്റ്റിൽ. അപ്പോൾ അതാണ് ഇതിൽ പറയാനുള്ളത്. പൊതുവെയുള്ള കാര്യങ്ങളല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. EWSൻ്റെ കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. അപ്പോൾ എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത്, അതായത് ഒരു 100 ആൾ എടുത്തു കഴിഞ്ഞാൽ 10 പേര് EWS നിന്ന് കയറും. അത് കുറച്ച് പേര് ജനറലിൽ കയറിപ്പോവും, ഓപ്പൺ കോമ്പറ്റീഷനിൽ കയറിപ്പോവും. അപ്പോൾ എങ്ങനെയായാലും ഈ EWS കുറച്ച് മുകളിൽ ജനറലിൻ്റെ തൊട്ട് മുകളിലോ അല്ലെങ്കിൽ കുറച്ചുകൂടി മുകളിലോ എണ്ണത്തിനനുസരിച്ച് ഓരോ ലിസ്റ്റിൽ നിന്നും മാറ്റം വരും എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ ആദ്യമേ പറയാനുള്ളൂ. അപ്പോൾ റൊട്ടേഷൻ ചാർട്ട് തയ്യാറാക്കുന്ന കാര്യം നിങ്ങൾ ആ റൊട്ടേഷൻ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ റൊട്ടേഷൻ ചാർട്ട് വെച്ചിട്ട് നിങ്ങൾക്കത് കണ്ടെത്താവുന്നതാണ്. തീർച്ചയായും നമുക്കത് കണ്ടെത്തിയെടുക്കാവുന്നതാണ്. റൊട്ടേഷൻ ചാർട്ട് PSCയുടെ സൈറ്റിലുണ്ട്. EWS വരുന്നത്
ഓപ്പൺ കോമ്പറ്റീഷൻ 9ാമത്തിൽ EWS ആണ് വരുന്നത്, 19, അങ്ങനെ ലാറ്റിൻ കത്തോലിക്കാണ് 8 വരുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് ഓരോ പ്ലേസ് ചെയ്താൽ മതി, നിങ്ങൾ തന്നെ റാങ്ക് വെച്ചിട്ട് ആദ്യത്തെ 20 യൂണിറ്റുകളായിട്ട് എടുത്ത് 20 റാങ്കുള്ളവർ 20 ലിസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ ആദ്യം ഓപ്പൺ കോമ്പറ്റീഷൻ അങ്ങനെ അങ്ങ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് അറിയുന്നവർക്ക് നോക്കാവുന്നതാണ്. പക്ഷേ ഏകദേശ സാധ്യതകളെ അതിൽ നിന്നും കിട്ടുള്ളൂ, കാരണം കഴിഞ്ഞ ലിസ്റ്റ് എവിടെയാണ് അവസാനിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. പിന്നെ മറ്റുള്ളവരുടെ പല സംശയങ്ങൾക്ക് ഞാൻ മറുപടി തന്നിട്ടുണ്ട്. ഈ ലിസ്റ്റിൻ്റെ കാര്യം, നിങ്ങളുടെ റാങ്ക് വെച്ചുള്ള സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ഇതിന് ശേഷം സമയം കിട്ടുന്ന മുറയ്ക്ക് ഓരോരുത്തരും ഏതുവരെ വരാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം പിന്നീട് ഞാൻ പറയാൻ ശ്രമിക്കാം എന്ന് മാത്രം ഇപ്പോൾ പറയുന്നു. ഇനി നമുക്ക് 2-3 ജില്ലയുടെ കാര്യങ്ങൾ നോക്കണം. കഴിഞ്ഞ വീഡിയോ കുറച്ച് ലെങ്തി ആയി എന്നുള്ള പരാതി പലരും പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ സ്പീഡായിട്ട് അങ്ങ് പറയാം. നമുക്ക് കൊല്ലത്തിൻ്റെ കേസാണ് ആദ്യം. കൊല്ലം ഡിസ്ട്രിക്റ്റിൻ്റെ കാര്യങ്ങൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കൊല്ലം ഡിസ്ട്രിക്റ്റിൻ്റെ കാര്യം ആദ്യം അങ്ങ് പറയാം. കൊല്ലം ഡിസ്ട്രിക്റ്റിൽ ഞാൻ കഴിഞ്ഞ തവണയൊക്കെ 2 ലിസ്റ്റ് വെച്ചിട്ടാണ് താരതമ്യം ചെയ്തത്. ഇനി കൊല്ലത്തിൻ്റെ കാര്യം 3 ലിസ്റ്റ് നമ്മൾ അവൈലബിൾ ആണ്. 3 ലിസ്റ്റിൻ്റെ കാര്യങ്ങൾ വെച്ച് നോക്കാം. കഴിഞ്ഞ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ 367 അഡ്വൈസ് പോയിട്ടുണ്ട്. ടോട്ടൽ 367 അഡ്വൈസ് കൊല്ലത്ത് പോയിട്ടുണ്ട് നമുക്ക് അറിയാം. അതിൻ്റെ തൊട്ട് മുന്നത്തെ ലിസ്റ്റിൽ 495 അഡ്വൈസ് വരുന്നു. കൊല്ലത്ത് 367, അതായത് 31/5/2022 ആ ലിസ്റ്റ് തുടങ്ങിയത്. ലിസ്റ്റ് അവസാനിച്ചത് 31/5/2025. നമ്മളുടെ ലിസ്റ്റ് ഇപ്പോൾ 25 മെയ് 31 തുടങ്ങി. അന്ന് അവസാനിച്ച മറ്റേ ലിസ്റ്റിൽ 367 അഡ്വൈസ് പോയിട്ടുണ്ട്. അതിൽ ഓപ്പൺ കോമ്പറ്റീഷൻ 294 ആയിരുന്നു. ഈഴവ 338A ഒരാടൻ്റെ വന്നതുകൊണ്ടാണ് 338, തന്നെ പറയാം. SC സപ്ലിമെൻ്ററി ലിസ്റ്റ് 27, ST എല്ലാവരും എടുത്തു. മുസ്ലിം 299, വിശ്വകർമ്മ 309, LC AI 302, OBC 389, SIC നാടാർ 304, ഹിന്ദു നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റ് 3. അത്രയാണ് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് അപ്പോയിൻമെൻറ്റ് നടന്നത്. അതിൽ ലാസ്റ്റ് അഡ്വൈസ് നടന്നത് 26/4/25 ഏപ്രിൽ 26 ആ അഡ്വൈസ് നടന്നത്. അതിൻ്റെ പ്രത്യേകത, ഈ ലാസ്റ്റ് അഡ്വൈസ് പറയുന്നത് എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ, അതായത് ഏപ്രിൽ 26 അഡ്വൈസ് പോയി കഴിഞ്ഞാൽ അതുവരെയുള്ള, അതായത് ഏപ്രിൽ 3 വരെയുള്ള ഒഴിവുകൾ നികത്തി എന്നാണ് PSC പറയുന്നത്. ഡേറ്റ് ഓഫ് റെസിസ്റ്റ് ഓഫ് വേക്കൻസി 3/4/25. അതായത് മാർച്ച് 31 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. മാർച്ച് 31 കുറേ റിട്ടയർമെൻറ്റ് വന്നിട്ടുണ്ടല്ലോ. മെയ് 31 വന്നിട്ടുണ്ട്. മാർച്ച് 31 റിട്ടയർമെൻറ്റ് ചിലപ്പോൾ ആ ലിസ്റ്റിലുള്ളവർ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻറ്റിസിപ്പേറ്ററി കണക്കാക്കി, മുൻകൂട്ടി കണക്കാക്കി ചിലപ്പോൾ നിയമനം നടന്നിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ മിക്കവാറും നടക്കാൻ സാധ്യത കുറവാണ്. 3/4 വരെയുള്ള ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തത് എന്നാണ് PSC പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മെയ് 31 റിട്ടയർമെൻറ്റ് വേക്കൻസി ഫസ്റ്റ് അഡ്വൈസിൽ വരും. അതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. അതാണ് ലാസ്റ്റ് അഡ്വൈസിൻ്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചവർക്കുള്ള മറുപടി. കഴിഞ്ഞ ലിസ്റ്റ് ഇറങ്ങിയത് ഞാൻ പറഞ്ഞ പോലെ മെയ് 2022 അത് കഴിഞ്ഞ് മെയ് കഴിഞ്ഞ് ജൂൺ 27 തന്നെ അന്ന് ഫസ്റ്റ് അഡ്വൈസ് പോയിട്ടുണ്ട്. അന്ന് 163 വേക്കൻസി അഡ്വൈസ് 163 അഡ്വൈസ് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. 163 അഡ്വൈസ് അന്ന് ഫസ്റ്റ് അഡ്വൈസ് തന്നെ പോയിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് മുമ്പത്തെ ലിസ്റ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 495 അഡ്വൈസ് നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ലിസ്റ്റ് നമ്മുടെ ലിസ്റ്റിൽ ഇപ്പോൾ കഴിഞ്ഞ ലിസ്റ്റിൽ 367 ആണെങ്കിൽ അതിൻ്റെ മുമ്പത്തെ ലിസ്റ്റിൽ 495 അഡ്വൈസ് പോയിട്ടുണ്ട്. അന്ന് ഓപ്പൺ കോമ്പറ്റീഷൻ എല്ലാവരും എടുത്തു. അത് മെയിൻ ലിസ്റ്റ് അവസാനിച്ചതിന് ശേഷമാണ് നിർത്തിയത്. ഈഴവ സപ്ലിമെൻ്ററി ലിസ്റ്റ് 8, ST എല്ലാവരെയും, മുസ്ലിം സപ്ലിമെൻ്ററി ലിസ്റ്റ് 2 വരെ, OBC സപ്ലിമെൻ്ററി ലിസ്റ്റ് 1, വിശ്വകർമ്മ സപ്ലിമെൻ്ററി ലിസ്റ്റ് 6, SIC നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റ് 2, ഹിന്ദു നാടാർ എല്ലാവരെയും. ഇങ്ങനെയാണ് നടന്നത്. അപ്പോൾ 367, 495. അതിന് മുമ്പ് അവസാനിച്ച ലിസ്റ്റിൽ 492. ഇതാണ് കൊല്ലത്തിൻ്റെ നില. 450 മുകളിലാണ് സാധാരണ ഇതിൽ വരുന്നത്. ഈ ലിസ്റ്റിലും അങ്ങനെ തന്നെ വരാൻ സാധ്യത ഉണ്ടെന്നാണ് എൻ്റെ ഒരു അനുമാനം പറയുന്നത്. 450, 490 ആ റേഞ്ച്. കഴിഞ്ഞ തവണ കുറച്ച് കുറഞ്ഞതാണ്. അത് ഇത്തവണ നികത്താൻ കഴിയും എന്ന് തന്നെയാണ് തോന്നുന്നത്. അതിൽ ഓപ്പൺ കോമ്പറ്റീഷൻ 284 ആണ്. ഈഴവ വിത്തിൻ OC സപ്ലിമെൻ്റ് SC ST ഓൾ, മുസ്ലിം 332, LC or Anglo within 297, OBC 371, വിശ്വകർമ്മ സപ്ലിമെൻ്ററി ലിസ്റ്റ് 5, SIC നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റ് 5, ഹിന്ദു നാടാർ ഓൾ. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ലിസ്റ്റ് ആയിട്ട് ഞാൻ കൊടുക്കാം. ഇത്രയാണ്. അതായത് 490 റേഞ്ചിൽ ലിസ്റ്റിൽ കഴിഞ്ഞ ലിസ്റ്റിന് മുമ്പുള്ള 2 ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ലിസ്റ്റ് 367 അഡ്വൈസാണ് പോയിരിക്കുന്നത്. പക്ഷേ ഓപ്പൺ കോമ്പറ്റീഷൻ 300 അടുപ്പിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ കോമ്പറ്റീഷൻ 300 അടുപ്പിച്ചുള്ള റാങ്കുകൾക്കുള്ള അഡ്വൈസ് കഴിഞ്ഞ 3 ടേമായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് കണ്ണൂരിൻ്റെ കേസിൽ നിന്ന് മനസ്സിലാകുന്നത്. കണ്ണൂരിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഓരോരുത്തരുടെ റാങ്ക് വെച്ചിട്ട് മുസ്ലിം കാറ്റഗറി എത്ര വരും, മുസ്ലിം കാറ്റഗറി കഴിഞ്ഞ പ്രാവശ്യം 299 വരെ വന്നിട്ടുണ്ട്. അതിന് മുമ്പൊക്കെ സപ്ലിമെൻ്ററി ലിസ്റ്റ് വരെ പോയിരുന്നു. അതാണ് ആ റാങ്ക് ലിസ്റ്റിൻ്റെ പ്രത്യേകത വെച്ച് പറയാനുള്ളത്. കണ്ണൂരല്ല, കൊല്ലമാണ്. കൊല്ലം ഞാൻ പറഞ്ഞ് മാറിപ്പോയി തോന്നുന്നു. കൊല്ലത്തിൻ്റെ കേസിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ കൊല്ലത്തിൻ്റെ കേസിൽ ഡീറ്റെയിൽ ആയിട്ട് ആർക്കും ഡൗട്ട് ഉണ്ട് ചോദിക്കാം. ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടോ എന്ത് വേണമെങ്കിലും ഞാൻ തീർച്ചയായിട്ടും മറുപടി അറിയാൻ ശ്രമിക്കാം എന്ന് മാത്രം ഈ സമയത്ത് പറയുന്നു. പിന്നീട് ഒരുപാട് പേര് ചോദിച്ചത് പത്തനംതിട്ടയുടെ കേസാണ്.
പത്തനംതിട്ടയിൽ ഇതേ ഇത് തന്നെ ഡേറ്റ് ഓഫ് ലിസ്റ്റ് തുടങ്ങിയ ഡേറ്റ് ഓഫ് എക്സിസ്റ്റൻസ് 31/5/2022 തുടങ്ങിയ ലിസ്റ്റ് അതിൽ 256 അഡ്വൈസ് പോയിട്ടുണ്ട്. പത്തനംതിട്ടയിൽ 256 അഡ്വൈസ്. പത്തനംതിട്ട റേഞ്ച് ഏതാണ്ട് അത് തന്നെയാണ്. 256, 280, 290, 300 താഴെയുള്ളൊരു അഡ്വൈസാണ് സാധാരണഗതിയിൽ പോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. പത്തനംതിട്ട ഒരുപാട് ഉദ്യോഗാർത്ഥികൾ സംശയം ചോദിച്ച ജില്ലയാണ്. ആ ഓപ്പൺ കോമ്പറ്റീഷൻ 220 വരെ പോയിട്ടുണ്ട്. ഈഴവ 224, SC സപ്ലിമെൻ്ററി ലിസ്റ്റ് 7, ST ഓൾ, മുസ്ലിം 277, LC ഓർ ആംഗ്ലോ ഇന്ത്യൻ 213, OBC 273, വിശ്വകർമ്മ 225, SIC നട 235. ഇങ്ങനെയാണ് ലിസ്റ്റ് വന്നത്. അതിൽ ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്ന ഡേറ്റ് 14/5/25 അതായത് മെയ് 14 അഡ്വൈസ് പോയിട്ടുണ്ട്. നമുക്കിപ്പോൾ ജൂൺ ആയിട്ടേ ഉള്ളൂ. കഴിഞ്ഞ മെയ് 14 അഡ്വൈസ് പോയിട്ടുണ്ട്. അത് പോയിരിക്കുന്നത് PSC പറയുന്നത് 6/5/21 മെയ് 25 അതായത് മെയ് 6 വരെയുള്ള അഡ്വൈസുകൾ പോയിട്ടുണ്ട് എന്നാണ് അതിൽ നിന്ന് പറയുന്നത്. അന്ന് 5 വേക്കൻസി ഫില്ല് ചെയ്തിട്ട്. അപ്പോൾ മാർച്ച് റിട്ടയർമെൻറ്റ് വേക്കൻസി ചിലപ്പോൾ അതിൽ പോയിട്ടുണ്ടാവും. ഇനി മെയ് 31 വേക്കൻസി അതിൽ വരാനുള്ളൂ എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതിന് തൊട്ട് മുമ്പത്തെ ലിസ്റ്റിൽ 288 അഡ്വൈസ് പോയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ പത്തനംതിട്ട റേഞ്ച് 288, കഴിഞ്ഞ ലിസ്റ്റ് 256. ഓപ്പൺ കോമ്പറ്റീഷൻ 242, ഈഴവ സപ്ലിമെൻ്ററി ലിസ്റ്റ് 3, SC സപ്ലിമെൻ്ററി ലിസ്റ്റ് 14, മുസ്ലിം സപ്ലിമെൻ്ററി ലിസ്റ്റ് 6, LC or AI 243, SIC നട 223. പത്തനംതിട്ടയുടെ കേസ് അങ്ങനെയാണ്. ഏതാണ്ട് അത്രത്തോളം നിയമനങ്ങൾ അവിടെ വരുന്നുണ്ട്. പത്തനംതിട്ടയുടെ ലിസ്റ്റും കട്ട് ഓഫും ഒക്കെ അങ്ങനെ ആ റേഞ്ചിലായിരുന്നല്ലോ, കുറഞ്ഞ് വന്നിരുന്നല്ലോ. കുറച്ച് ദൂരെ നിന്ന് ആൾക്കാരും എഴുതുന്ന ഒരു ലിസ്റ്റാണ്. അപ്പോൾ അവിടുന്ന് 5 വർഷം, കഴിഞ്ഞ വർഷം ലിസ്റ്റ് വന്നിട്ട് ഇപ്പോൾ 3 വർഷമായി. പത്തനംതിട്ട കുറേ പേര് എനിക്കറിയാം ദൂരെ ജില്ലയിൽ നിന്ന് വന്ന് പത്തനംതിട്ട എഴുതിയവരുണ്ട്. അവർ ഈ 2 വർഷം കഴിഞ്ഞാൽ 5ാമത്തെ വർഷം ചിലപ്പോൾ അവർ തിരിച്ച് മറ്റേ സ്വന്തം ജില്ലയിലേക്ക് പോരും. അപ്പോൾ ആ വേക്കൻസി ചിലപ്പോൾ പത്തനംതിട്ട വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ലിസ്റ്റിലുള്ളവർക്ക് അതൊരു സാധ്യതയായിട്ട് ചിലപ്പോൾ വരാം. കുറേ റിട്ടയർമെൻറ്റ് വരുന്നതും അതെല്ലാം കൂടി ഈ ലിസ്റ്റിലുള്ളവർക്ക് കുറച്ചും കൂടി ബൂസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയും പത്തനംതിട്ട കാണുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമ്മൾ പരിഗണിക്കുന്നത് പത്തനംതിട്ടയെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഒരിക്കൽ ഞാൻ പറയാൻ ശ്രമിക്കാം. പിന്നീട് നമ്മൾ പലരും ചോദിച്ച കണ്ണൂർ ജില്ലയെക്കുറിച്ചാണ്. കണ്ണൂർ കഴിഞ്ഞ തവണ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ചെറിയൊരു സ്ലിപ്പ് ഓഫ് ടങ് വന്നൊരു ഇതാണ്. കണ്ണൂർ ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു 154 പറഞ്ഞിട്ട് വരെ 354 വന്നു. അത് എററാണ്, ഞാൻ പിന്നീട് പറഞ്ഞിരുന്നു. 154 ഏറ്റവും കുറവ് അഡ്വൈസ് കഴിഞ്ഞ തവണ വന്നൊരു ജില്ലകളിലൊന്നാണ് കണ്ണൂർ. കണ്ണൂർ തന്നെ നമ്മൾ പലപ്പോഴും നമ്മുടെ പലരും സുഹൃത്തുക്കളൊക്കെ സംസാരിച്ചിരുന്നു. അത്രയും കുറവ് വരാൻ സാധ്യത എന്ത് സംഭവിച്ചു എന്നറിയില്ല. ഓപ്പൺ കോമ്പറ്റീഷൻ 89 റാങ്ക് വരെ വന്നിട്ടുള്ളൂ. ഈഴവ 83 വിത്തിൻ ഓപ്പൺ കോമ്പറ്റീഷൻ ആയിരുന്നു. SC സപ്ലിമെൻ്ററി ലിസ്റ്റ് 14, ST ഓൾ, മുസ്ലിം 243. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുസ്ലിമിനൊരു എഡ്ജ് അവിടെ എല്ലാ ലിസ്റ്റിലും മുസ്ലിം കാൻഡിഡേറ്റ്സിന് അവിടെ വരുന്ന ലിസ്റ്റാണ് കണ്ണൂർ. LC or 345, വിശ്വകർമ്മ 81, SIC നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റ് 1. ഇവിടെയും ലാസ്റ്റ് അഡ്വൈസ് വന്നിരിക്കുന്നത് ഏപ്രിൽ 19 7 വേക്കൻസി ഫില്ല് ചെയ്തു. ഓക്കെ, ഇത്രയാണ് അന്നത്തെ ആ കേസിൽ. അന്നൊരു ഫസ്റ്റ് അഡ്വൈസിൽ 15/7/22 അതായത് മെയ് 31 വന്നു. പിന്നെ ജൂലൈ 15 അഡ്വൈസ് വന്നു. അന്ന് 21 വേക്കൻസിയാണ് അന്ന് ഫില്ല് ചെയ്തത്. മറ്റു പല ജില്ലയും പത്തനംതിട്ടയിൽ വരെ 88 വേക്കൻസി ഫില്ല് ചെയ്തപ്പോൾ കണ്ണൂർ 21 വേക്കൻസിയാണ് അന്ന് ഫില്ല് ചെയ്തത്. അത് കഴിഞ്ഞ ലിസ്റ്റിന് താരതമ്യം കുറഞ്ഞ ഒരു നിയമന നിലയാണ് കണ്ണൂർ വന്നത് എന്ന് മനസ്സിലാക്കാം. അതിന് തൊട്ട് മുമ്പത്തെ ലിസ്റ്റ് പരിശോധിച്ചാൽ നിങ്ങൾക്കത് കൂടുതൽ കാണുക. അതിൻ്റെ തൊട്ട് മുമ്പത്തെ ലിസ്റ്റിന് 420 അഡ്വൈസ് പോയിട്ടുണ്ട്. ഓപ്പൺ കോമ്പറ്റീഷൻ 242 ആയിരുന്നു. ഈഴവ 236 ആയിരുന്നു. SC ST എല്ലാവരും എടുത്തു. മുസ്ലിം സപ്ലിമെൻ്ററി ലിസ്റ്റ് 64, LCAR സപ്ലിമെൻ്ററി ലിസ്റ്റ് 21, OBC 241, വിശ്വകർമ്മ 286, SIC നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റ് 3. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കണ്ണൂർ കഴിഞ്ഞ ലിസ്റ്റിന് കുറഞ്ഞു. ചിലപ്പോൾ ഈ ലിസ്റ്റിന് ചിലപ്പോൾ അത് മേക്കപ്പ് ചെയ്ത് കുറച്ചുകൂടി കൂടുതൽ വരാനും ചാൻസ് ഉള്ള ജില്ലയാണ് കണ്ണൂർ. അപ്പോൾ പ്രതീക്ഷയോടെ നമുക്ക് കാണാം എന്ന് തന്നെ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഓപ്പൺ കോമ്പറ്റീഷൻ 242 വന്നതാണ് കഴിഞ്ഞ ലിസ്റ്റിൽ 89 എത്തിയത്. അതൊരു നല്ല കുറവ് തന്നെയാണ് സംഭവിച്ചത്. അത് ആ കുറവ് ചിലപ്പോൾ ഈ വർഷം കണ്ണൂർ കുറച്ച് കോമ്പൻസേഷൻ ഒഴിവ് കൂടി വരുന്നുണ്ട്. ആ റൊട്ടേഷൻ നോക്കിക്കഴിഞ്ഞാൽ കോമ്പൻസേഷൻ ഒഴിവ് കൂടി ചിലപ്പോൾ ഈ ലിസ്റ്റിൽ നിന്ന് നികത്തി വരാനുള്ള സാധ്യതയുണ്ട്. ഇത്രയാണ് ഞാൻ ഈ ഘട്ടത്തിൽ പറയുന്നത്. പലരും വീഡിയോ ലെങ്തി ആയി എന്ന് പറഞ്ഞിട്ടൊരു പരാതി പറഞ്ഞു. അതുകൊണ്ട് ഇനി അടുത്ത ഘട്ടത്തിൽ അടുത്ത ദിവസങ്ങളിൽ ബാക്കിയുള്ള ബാക്കിയുള്ള ഡാറ്റ എല്ലാം ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ട് അടുത്ത ദിവസം ഞാൻ മറ്റ് വീഡിയോ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാം. ഞാൻ പറയുന്നത് എല്ലാം സാധ്യതകളാണ്. ഈ സാധ്യതകൾ എന്ന് പറയുമ്പോൾ ഓരോ വെറുതെ പറയുന്നതല്ല. കഴിഞ്ഞ 2 ലിസ്റ്റിലോ അല്ലെങ്കിൽ 3 ലിസ്റ്റിലോ സാധ്യതകൾ വെച്ച് ട്രെൻഡ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ ഓരോ കാറ്റഗറി EWS കാറ്റഗറി ഒന്നും കഴിഞ്ഞ ലിസ്റ്റിലില്ല. മുസ്ലിം എത്രത്തോളം നിയമനം നടന്നു എന്നുള്ളതെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ലിസ്റ്റ് പരിശോധിച്ച് ഞാൻ പറയേണ്ടി വരും. കാരണം അതായത്
കഴിഞ്ഞ ലിസ്റ്റിൽ എത്രത്തോളം മുസ്ലിം കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നോ, ഈഴവ കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നോ, അതിനനുസരിച്ചുള്ളൊരു നിയമന നിലയാണ് അത് വന്നിരിക്കുന്നത്. പക്ഷേ തുടർച്ചയായിട്ട് 2-3 ലിസ്റ്റിൽ നിന്ന് വരുമ്പോൾ അതൊരു ട്രെൻഡ് തന്നെയാണ്, ഏതാണ്ട് അതുപോലെ തന്നെ വരും എന്നുള്ളൊരു കാഴ്ചപ്പാട് വെച്ചാണ് ഞാൻ പറയുന്നത്. ഇനി ഓരോ ലിസ്റ്റിനും ഈ വർഷത്തെ ലിസ്റ്റിൽ നിന്ന് എത്രത്തോളം വന്നിട്ടുണ്ട്, EWS എത്രത്തോളം വന്നിട്ടുണ്ട് എന്ന് വെച്ച് ലിസ്റ്റ് പരിശോധിച്ച് ഞാൻ പിന്നീട് ഒരിക്കലും പറയാം. ഈ ഡാറ്റ പലർക്കും ഉപകാരപ്പെടും, അതുകൊണ്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ഡാറ്റ നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നല്ല ദിവസം ആശംസിക്കുന്നു. നന്ദി. താങ്ക് യു.